നമസ്കാരം. നമ്മൾ ജീവന തുല്യം സ്നേഹിച്ചവർ, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി എന്തും ചെയ്യുമെന്ന് കരുതിയവർ എന്തുകൊണ്ടാണ് ഒരു ദിവസം പെട്ടെന്ന് അപരിചിതരെ പോലെ മാറിപ്പോകുന്നത്? പലപ്പോഴും നമ്മൾ വിചാരിക്കും അത് വിധിയാണെന്ന്. എന്നാൽ സത്യം അതല്ല. ബന്ധങ്ങൾ തകരുന്നത് നമ്മൾ അറിയാതെ ചെയ്യുന്ന ചില ചെറിയ തെറ്റുകൾ കൊണ്ടാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെയുണ്ടായ എല്ലാ പിണക്കങ്ങളും പരിഹരിക്കാനും ഇനിയൊരിക്കലും നിങ്ങളുടെ പ്രിയപ്പെട്ടവർ നിങ്ങളെ വിട്ടുപോകാതിരിക്കാനും സഹായിക്കുന്ന 5 വിദ്യകൾ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നുണ്ട്. പ്രത്യേകിച്ച് ഇതിലെ 4ാമത്തെ കാര്യമുണ്ടല്ലോ, അത് ശ്രദ്ധിക്കാത്തത് കൊണ്ട് മാത്രം ഇന്ന് ലോകത്ത് പകുതിയിലധികം ബന്ധങ്ങൾ തകർന്നു പോകുന്നുണ്ട്. അത് എന്താണെന്ന് അറിഞ്ഞാൽ നിങ്ങൾ ശരിക്കും അത്ഭുതപ്പെടും. ആ ഒരു അറിവ് നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ പ്രിയപ്പെട്ടവരുടെ കൂടെ നിർത്താൻ നിങ്ങളെ സഹായിക്കും. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആ വ്യക്തിയെ നഷ്ടപ്പെടാതിരിക്കാൻ ഈ വീഡിയോ ഒരൊറ്റ സെക്കൻഡ് പോലും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. നമുക്ക് തുടങ്ങാം. ആദ്യത്തെ കാര്യം കമ്മ്യൂണിക്കേഷൻ അഥവാ തുറന്ന സംസാരമാണ്. നമ്മൾ പലപ്പോഴും വിചാരിക്കും നമ്മൾ പറയാതെ തന്നെ മറ്റൊരാൾക്ക് എല്ലാം മനസ്സിലാവുമെന്ന്. എന്നാൽ അതൊരു തെറ്റായ ചിന്തയാണ്. നിങ്ങൾക്ക് ഒരു കാര്യത്തിൽ വിഷമം തോന്നിയാൽ അത് ഉള്ളിൽ ഒതുക്കി വെക്കാതെ മാന്യമായ രീതിയിൽ പങ്കുവെക്കുക. പിണങ്ങിയിരിക്കുന്നത് പ്രശ്നം വർദ്ധിപ്പിക്കുകയേ ഉള്ളൂ. സംസാരിക്കുമ്പോൾ കുറ്റപ്പെടുത്തുന്നതിന് പകരം എനിക്ക് ഇങ്ങനെ തോന്നിയെന്ന് പറയാൻ ശീലിക്കണം. ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ പോലും ഒരു ചെറിയ വർത്തമാനത്തിലൂടെ പരിഹരിക്കാൻ സാധിക്കും. 2ാമത്തെ കാര്യം റെസ്പെക്റ്റ് ആണ്. സ്നേഹത്തെക്കാൾ വലിയ കാര്യമാണ് ബഹുമാനം. ഒരാളുടെ സ്വകാര്യതയെയും അവരുടെ താല്പര്യങ്ങളെയും ബഹുമാനിക്കുക. അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ അവരെ നിർബന്ധിക്കരുത്. മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് പരിഹസിക്കുന്നതും തമാശക്ക് പോലും താഴ്ത്തിക്കെട്ടുന്നതും ബന്ധങ്ങളിൽ വലിയ മുറിവുകൾ ഉണ്ടാക്കും. അവരെ അവരായിട്ട് തന്നെ സ്വീകരിക്കുക. ഒരു വ്യക്തി എന്ന നിലയിൽ അവർക്ക് നൽകേണ്ട പരിഗണന നൽകിയാൽ അവർ നിങ്ങളെയും ബഹുമാനിക്കും. 3ാമതായി വേണ്ടത് കോംപ്രമൈസ് ആണ്. ഒരു ബന്ധം എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെ നടക്കണമെന്ന് വാശി പിടിക്കരുത്. ചിലയിടങ്ങളിൽ തോറ്റു കൊടുക്കുന്നത് പരാജയമല്ല, മറിച്ച് ആ ബന്ധത്തെ ജയിപ്പിക്കുകയാണ്. എല്ലാവർക്കും അവരുടേതായ ശരികൾ ഉണ്ടാകും. മറ്റൊരാളുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കാൻ ശ്രമിക്കുക. ഞാൻ എന്ന ചിന്തയിൽ നിന്ന് നമ്മൾ എന്ന ചിന്തയിലേക്ക് മാറുമ്പോൾ ബന്ധം കൂടുതൽ ദൃഢമാകും. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈഗോ. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആദ്യം ആരും മിണ്ടും എന്ന ചിന്തയാണ് പല ബന്ധങ്ങളും നശിപ്പിക്കുന്നത്. സത്യത്തിൽ ഈഗോയ്ക്ക് സ്നേഹത്തെക്കാൾ വില നൽകുന്നത് കൊണ്ടാണ് പലരും ഒറ്റപ്പെട്ടു പോകുന്നത്. തെറ്റ് നിങ്ങളുടെ ഭാഗത്തല്ലെങ്കിൽ പോലും ഒരു ചെറിയ സംസാരത്തിന് തുടക്കമിടുന്നത് നിങ്ങളെ ചെറുതാക്കില്ല, മറിച്ച് നിങ്ങളുടെ ഈഗോയേക്കാൾ വില ആ വ്യക്തിക്ക് നൽകുക. സ്നേഹത്തിന് മുന്നിൽ തോറ്റുകൊടുക്കുന്നവരാണ് യഥാർത്ഥത്തിൽ വിജയികൾ. ബന്ധങ്ങൾ എന്ന് പറയുന്നത് ചെടികൾ പോലെയാണ്. അതിനെന്നും സ്നേഹവും പരിചരണവും നൽകണം. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ നിങ്ങൾ ശ്രമിക്കുമല്ലോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിലും ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആത്മാർത്ഥ സുഹൃത്തിന് ഇത് അയച്ചു കൊടുക്കുക. നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളെക്കുറിച്ച് ഒരു വാക്ക് താഴെ കമൻറ്റ് ചെയ്യുമോ? പുതിയ വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.